ബീഹാറിലും കോൺഗ്രസിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. കാരണം തെരഞ്ഞെടുപ്പിലെ പരാജയം അല്ലെങ്കിൽ നാണം കെട്ടുപോയ പരാജയമാണ്. മുഖം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പലയിടത്തും കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായി. തമ്മിൽ പോരടിച്ചും വേണ്ടത്ര രീതിയിലുള്ള സംഘാടന മികവ് കാണിക്കാതെയും പ്രത്യേകിച്ച് ഈ സർക്കാരിനെ എതിർക്കാനൊന്നും പറയാനില്ലാതെയും ഒക്കെയാണ് വോട്ട് ചോരിയിൽ മാത്രം ആശ്രയിച്ചാണ് ബീഹാറിൽ കോൺഗ്രസ് ക്യാമ്പയിൻ ചെയ്തത്. അതിനിടയിലാണ് സീറ്റിന് വേണ്ടിയിട്ടുള്ള അടി കിട്ടിയത്. ഇപ്പോൾ ആദിൽ പാലോടുണ്ട് ബീഹാറിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അതിൽ ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിനു ശേഷം വീണ്ടും സ്ഥാനാർത്ഥികളെ നിർത്തിയതുമായി ബന്ധപ്പെട്ടും ഈ ഒക്കെ വലിയ പ്രതിഷേധമുണ്ടാവുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണോ നേതാക്കൾ പ്രതിഷേധിക്കുന്നത്? ഒരു ശുദ്ധികലശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതോ വീണ്ടും തമ്മിലടിച്ച് ഇല്ലാതാവുന്ന അവസ്ഥയാണോ അതിൽ ബീഹാറിൽ? അരുൺകുമാർ, വലിയ തമാശയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം വോട്ട് ചോർ ഗദ്ദി ചോട് എന്നായിരുന്നു. വോട്ട് മോഷ്ടിച്ചവർ കസേര വിടുക എന്നായിരുന്നു മുദ്രാവാക്യം. എന്നാൽ ഇപ്പോൾ ബീഹാറിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യമാകട്ടെ ടിക്കറ്റ് ചോർ ബീഹാർ ചോട് എന്നാണ്. അതായത് ഒരു പാരഡി തന്നെ, പ്രധാനപ്പെട്ട ഒരു വോട്ട് ചോരി ആരോപണത്തിന്റെ ഒരു പാരഡിയാണ് ഇപ്പോൾ പ്രധാന മുദ്രാവാക്യമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. സീറ്റുകൾ മോഷ്ടിച്ചവർ ബീഹാർ വിടുക എന്നതാണ് മുദ്രാവാക്യം. വലിയ പ്രതിഷേധമാണ് ഇന്നലെ ബീഹാറിൽ കണ്ടത്. ബീഹാറിലെ PCC ഓഫീസിലേക്ക് വലിയ ജനക്കൂട്ടം എത്തിയിരുന്നു. ഇവർ പല ബോർഡുകൾ പിടിച്ചു. പേയ്മെന്റ് സീറ്റുകൾ കൊടുത്താണ് ഈ ഒരു നിലയിലേക്ക് കോൺഗ്രസിന്റെ ഫലം എത്തിച്ചത്. അത് നേതൃത്വത്തിന് വലിയ പങ്കാണുള്ളത് എന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നത്. പല രാജികൾ വരുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ രാജിവെച്ചിരുന്നു ഇന്നലെ. കൂടുതൽ രാജികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ കലാപമാണ് കോൺഗ്രസിനുള്ളിൽ ബീഹാറിൽ ഉണ്ടാകുന്നത്. 61 സീറ്റിൽ മത്സരിച്ച 6 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കോൺഗ്രസിനായത്. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 10% താഴെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും മോശം അവസ്ഥ, ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ബീഹാറിലെ കോൺഗ്രസ് എന്നതുകൊണ്ട് തന്നെ വലിയ കലാപം ഉണ്ടാകും. അതിന് ശുദ്ധികലശം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം തീരുമാനിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം, ബീഹാറിന്റെ ചുമതലയുള്ള AICCയുടെ നേതാവ് കൃഷ്ണ അല്ലവാരുവിനെതിരെയുമാണ് പ്രതിഷേധം. ഏതായാലും വലിയ പ്രതിഷേധമാണ്. അത് തുടരാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ബീഹാറിൽ നമ്മൾ പറയുന്നത് പോലെ ഇപ്പൊ തന്നെ ദുർബലയാണ്. അതിന്റെ കൂടെയാണ് ഈ പ്രതിഷേധങ്ങൾ കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ. അരുൺ, അതെ, ശരിയാണ്. പണ്ട് ഇപ്പോഴേ ദുർബലയാണ്. വീണ്ടും ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ അവർ പ്രതിഷേധത്തിന് വേണ്ടി ഉപയോഗിച്ച മുദ്രാവാക്യമാണെങ്കിലോ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച മുദ്രാവാക്യത്തിന്റെ ഒരു പാരഡിയുമായി പോയി, അല്ലേ? വോട്ട് ചോർ ബീഹാർ ചോട് എന്നുള്ളതായിരുന്നു. അത് മാറി ടിക്കറ്റ് ചോർ ബീഹാർ ചോട് എന്നാക്കി മാറ്റി കോൺഗ്രസുകാർ. ആ അവസ്ഥയിലാണ്. ഒരിടത്ത് കർണാടകയിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലടി, മറ്റൊരിടത്ത് രാജേഷ് റാമിനെതിരെ ബീഹാറിൽ PCC അധ്യക്ഷനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ അടി. ഈ അടിയൊക്കെ ഒഴിഞ്ഞ് ഈ പാർട്ടി നന്നാക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കഷ്ടമാണ്. രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നൊരു പാർട്ടി ഇപ്പോഴും രാജ്യത്ത് അതിൻ്റെ വോട്ട് ശതമാനത്തിൽ 20% നിലനിർത്തുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് സംസ്ഥാന തലങ്ങളിൽ ഓജസ്സുള്ള മുഴുവൻ അണികളെയും പിടിച്ചു നിർത്താൻ പറ്റുന്ന നേതാക്കന്മാരില്ലാതെ പോകുന്നു എന്നുള്ളത് വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യായം പഠിക്കും, ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു അധ്യായം പഠിക്കും. എങ്ങനെയാണ് സിംഗിൾ പാർട്ടി കാലം, ഡൊമിനൻസിൻ്റെ കാലം അവസാനിച്ചത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാദേശികമായി എല്ലാവർക്കും പൊതുസമ്മതനായ നേതൃത്വത്തെ വളർത്താൻ കഴിയാതെ പോയത്. എന്നാൽ അതേ കാര്യം ആര് ചെയ്യുന്നുണ്ട്? പലപ്പോഴും BJP ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഒരു കേഡർ പാർട്ടിയുടെ ഒരു സൗകര്യം BJPക്കുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ അതും ഇല്ലല്ലോ.